warahmatullahi wabarakatuh. Alhamdulillahi rabbil alamin. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa nashhadu an la ilaha illallah وأن محمدا عبده ورسوله أرسله بنور الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين. الحمد لله رب العالمين. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ആഗോള ജാലകമായ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ, വന്യരായ സയ്യിദന്മാർ, സാദാത്തുക്കൾ, ഉസ്താദുമാർ, സഹോദരന്മാർ, സ്നേഹം നിറഞ്ഞ റേഡിയോ ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇരു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. വളരെ ശ്രദ്ധേയമായ ഒരു ലൈവ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കുന്തിപ്പുഴയിൽ നിന്ന് നമ്മൾ കേട്ടു കഴിഞ്ഞു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മ ധീരനായ നമ്മുടെ നേതാവ്, നമ്മുടെ ക്ലാസ് റൂമിന്റെ അഭിമാനമായ വന്യരായ MT അബൂബക്കർ ദാരിമിയുടെ പ്രഭാഷണം നമ്മൾ കേട്ടു കഴിഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപജയങ്ങളുടെ അടിവേരുകൾ തേടിക്കൊണ്ടുള്ളൊരു യാത്രയായിരുന്നു ബഹുമാനപ്പെട്ട MT അബൂബക്കർ ദാരിമി നമുക്ക് നിർവഹിച്ചു തന്നത്. ഒരു പ്രസ്ഥാനം അത് രൂപപ്പെട്ട് കേരളത്തില് പ്രവർത്തിച്ച് രായ്ക്കുരായ്മാനമുള്ള പ്രഭാഷണങ്ങളും വരപ്രഘോഷണങ്ങളുമൊക്കെ നടത്തി ഇതുവരെ പറഞ്ഞിരുന്ന ആശയ ആദർശങ്ങൾ അനുദിനം മാറ്റിപ്പറയുന്ന വല്ലാത്തൊരവസ്ഥയിലാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ഖുലഫാഉർ റാഷിദുകളുടെ കാലഘട്ടത്തിൽ തന്നെ ഇവരുടെ ഉപ്പാപ്പമാർ പ്രവർത്തിച്ചിരുന്നു എന്നതിന് ചരിത്രപരമായ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ആധുനിക വഹാബികളുടെ പ്രപിതാക്കന്മാരായ ഖവാരിജുകൾ, അവരായിരുന്നു ആദ്യം സ്വഹാബികൾക്കെതിരെ, സലഫു സാലിഹീങ്ങൾക്കെതിരെ ശക്തമായി രംഗത്ത് വന്നത്. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കാഫിറാക്കിക്കൊണ്ടുള്ള രംഗപ്രവേശനമാണ്
ഇവർ നടത്തിയത്. ഇവരുടെ പിൻഗാമികളായ വഹാബി പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ കേരളീയ മണ്ണിൽ നടത്തിയതും ഇത് തന്നെയാണ്. അതുവരെ ഇവിടെ സുന്ദരമായ ആദർശം മുറുകെ പിടിച്ച് ജീവിച്ചിരുന്ന സഹാബത്തിന്റെ മാർഗം അതുപോലെ അനുധാവനം ചെയ്തു വന്ന സ്വന്തം മാതാപിതാക്കളെ വരെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് വഹാബി പ്രസ്ഥാനമെത്തി. കാരണമില്ലാത്ത ശിർക്കാരോപണം. കേരളത്തിലെ സുന്നികൾക്ക് തൗഹീദിൽ പിഴവ് സംഭവിച്ചു എന്ന് ഇവർ വേദികൾ കെട്ടി ഉദ്ഘോഷിക്കാൻ തുടങ്ങി. എന്നാൽ ഇവർ പുലമ്പിക്കൊണ്ടിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള തൗഹീദ് എന്താണെന്ന് സത്യം പറഞ്ഞാൽ ആർക്കും മനസ്സിലായിട്ടില്ല. ഒരു കാര്യം, പരിശുദ്ധമായ ദീനിലുള്ള ഒരു കാര്യം പറയണമെങ്കിൽ അതിനെക്കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിലുണ്ടായിരിക്കണം. അതല്ലെങ്കിൽ പ്രബലമായ പ്രാമാണികമായ ഗ്രന്ഥങ്ങളിലുണ്ടായിരിക്കണം. ഇതാണ് അഹ്ലുസുന്നയുടെ മാനദണ്ഡം. സത്യം പറഞ്ഞാൽ വഹാബികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദ് അതൊരു ഇമാമും പറയാത്തതാണ്. സുന്നികളുടെ തൗഹീദ് അറിയാൻ സൂറത്തുൽ ഇഖ്ലാസ് മതിയാകും. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സൂറത്തു തൗഹീദ് എന്ന പേരിൽ അറിയപ്പെടുന്ന വിഖ്യാതമായ സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ ഒരു സൂറത്ത് പോലും കൃത്യമായി വഹാബി പ്രസ്ഥാനക്കാർ പഠിച്ചില്ല എന്നതാണ് ഏറെ ഖേദകരമായ അവസ്ഥ. വളരെ കൃത്യമായി ഈ സൂറത്ത് പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കൽ പോലും വഹാബികൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വാഗ്വാദങ്ങളും അവരുടെ വിദണ്ഡവാദങ്ങളും ഒന്നും അവരുടെ പക്കൽ നിന്നുണ്ടാവുകയില്ല. ഇങ്ങനെ ഒരു ആശയത്തിലേക്കും അവർ ഒരു കാലത്തും എത്തുകയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിലുള്ള തൗഹീദ് മനസ്സിലാക്കുന്നിടത്ത് വഹാബി പ്രസ്ഥാനക്കാരന് വല്ലാത്ത പിഴവാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ കുറച്ച് സമയത്തിലൊന്ന് DND ആക്കാണ്. കാരണം മൂരിക്കത്ര കൊമ്പുണ്ട് എന്ന് മുടിവെള്ളം കുടിച്ച ഏതോ ഒരു കഴുത CM അടിച്ച് ബസ് അടിച്ചിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാന് എന്താണ് അതിനൊരു മാർഗം? ഞാൻ DND ആക്കാണ്. എനിക്ക് DND ആക്കുന്നത് ഇഷ്ടമല്ല. CM വരുമ്പോഴാണ് നമുക്കൊരു രസം ഉണ്ടാവുക പറയാൻ. ഇതിപ്പോ AP അബൂക്കർ മൊയ്ലിയർ കുടിച്ച മൂപ്പര് കൊണ്ടുവന്ന RCKPന്റെ ഭാഷ കടെടുത്ത് പറഞ്ഞാൽ ബോംബെയിലെ തെരുവ് പെണ്ണിന്റെ മുടി ഇട്ട വെള്ളം. ദയവേത് ഇപ്പന്നെ കൊണ്ട് AP പറയിപ്പിക്കരുത്. നിങ്ങൾക്ക് ആഗ്രഹം അതാണെന്ന് എനിക്കറിയാം. മുജാഹിദിന് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും. മുജാഹിദും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? എന്റെ പൊന്നാര ഷാർപ്പണ്ടേ, എന്ത് വ്യത്യാസമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴലുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന നേതാക്കളുടെ പൊട്ടന്മാരായ അനുയായികളല്ലേ നീ അടക്കമുള്ള ആളുകൾ? ഉറക്കൊഴിച്ചിരിക്കാൻ ഒരു രസല്ലേ? അതിന് വേറെ മാർഗമുണ്ട്. അത് ഉസ്താദിനോട് തന്നെ പോയി ചോദിച്ചാൽ മതി. ഇപ്പൊ ഞാൻ പറയുന്നില്ല.
കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ DMD ആക്കണം, എനിക്ക് എന്റെ PM ഒന്നും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത് വിഷയം തെറ്റിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം വർഗത്തെ പറയുമ്പോഴുള്ള ആ വികാരം ഇളകി പുറത്തോട്ട് വരികയാണ്. അതിന് വേറൊരു മാർഗമില്ല. അതിന് മറ്റാ വെള്ളം കുറച്ചും കൂടെ ഒന്ന് ഡോസ് കൂട്ടിയിട്ട് പറ്റുമെങ്കിൽ ഒന്ന് ഒക്കെ കൂടി ചേർത്തിട്ടൊന്ന് കുടിച്ചാല് ആവശ്യമുള്ള സമയത്തൊന്ന് അത് സേവിച്ചാൽ അതൊക്കെ ഒന്ന് മാറും കേട്ടോ. ഷാർപ്പണ്ടിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ കക്ഷി പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഓരോ ഇബ്ലീസുകൾ കടന്നു വരികയാണ്. സത്യം പറഞ്ഞാൽ തൗഹീദ് എന്താണെന്ന് നിർവചിക്കാൻ പോലും കഴിയാതെ ഒരു വഹാബിയെ കാണുമ്പോ, അല്ല നിങ്ങൾ 2006 നിങ്ങൾക്കൊരു തൗഹീദ്, 2009 നിങ്ങൾക്ക് മറ്റൊരു തൗഹീദ്, ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന തൗഹീദാണല്ലോ നിങ്ങളുടേത്. പുളിക്കല് മദീനത്തുൽ ഉലൂം അറബി കോളേജില് യോഗം ചേർന്നുകൊണ്ട് പുതിയ തൗഹീദ് പ്രഖ്യാപിച്ച ആളുകളല്ലേ. തൗഹീദ് ഉലൂഹിയത്തും തൗഹീദ് റുബൂബിയത്തും കാലങ്ങളേറെ പറഞ്ഞ് മൂന്നാമതൊരു തൗഹീദില് ചങ്ങരംകുളം സമ്മേളനത്തോടു കൂടി എത്തിയ ആളുകളല്ലേ. മൂന്നാമത്തൊരു തൗഹീദ് കൂടി കണ്ടെത്തിയ വിഡ്ഢികളായ പൊട്ടന്മാരായ ആളുകളല്ലേ നിങ്ങൾ. തൗഹീദ് അസ്മാ വ സിഫാത്ത് എന്ന് പറയുന്ന പുതിയൊരു തൗഹീദ് കണ്ടെത്തിയ ആളുകളല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോ സത്യം പറഞ്ഞാലേ അടി തെറ്റിയ ആനയെ പോലെയാണ് മുജാഹിദിന്റെ അവസ്ഥ. അത് അവർ തന്നെ തുറന്നു പറയുന്ന കാര്യമാണ്. മുജാഹിദുകൾക്കിടയിൽ തന്നെ അവരുടെ KNMന്റെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ EK അഹമ്മദ് കുട്ടി സാഹിബ്, അദ്ദേഹം മാധ്യമത്തില് പറഞ്ഞ ഒരു രേഖ, മാധ്യമത്തിൽ അദ്ദേഹത്തിന്റെ ഒരു ലേഖനം വന്നിരുന്നു. മുജാഹിദ് ഭിന്നിപ്പിന്റെ അടിവേര് എന്ന പേരിൽ ഡോക്ടർ EK അഹമ്മദ് കുട്ടി തിരൂരങ്ങാടി. എന്താ ലേഖനത്തിലുള്ളത്? അദ്ദേഹം തന്നെ പറയാൻ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർക്ക് പോലും ഇക്കാലമത്രയും എന്താണെന്ന് തൗഹീദ് മനസ്സിലാക്കാനും വേണ്ട വിധം പ്രബോധനം ചെയ്യാനും സാധിച്ചിട്ടില്ലെന്ന് KNMന്റെ സംസ്ഥാന പ്രസിഡന്റ്. ഞാൻ വായിക്കാം. മുജാഹിദ് പണ്ഡിതന്മാർക്ക് അവർ നയിക്കുന്ന തൗഹീദ് സംഘടനയെ വെറും 5 പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴേക്കും നശിപ്പിച്ച് 2 തുണ്ടുകളാക്കി പിളർത്താൻ എങ്ങനെ കഴിഞ്ഞുവെന്ന് ശുദ്ധഹൃദയർ അത്ഭുതം കൂറിയേക്കാം. സ്വാഭാവികമാണ്. ശുദ്ധഹൃദയനായ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും കവലാന്തരങ്ങളിൽ നിങ്ങളുടെ പ്രഭാഷണങ്ങളുമൊക്കെ അതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. എന്നാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് എന്റെ അഭിപ്രായം. അത് മൂപ്പരെന്നെ പറയുന്നത്. കാരണം അവരിൽ പലർക്കും തൗഹീദിനെ വേണ്ട വിധം മനസ്സിലാക്കാനും പ്രബോധനം ചെയ്യാനും കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ഇത് ഞാൻ വെറുതെ കമ്മട്ടം വായിക്കുകയല്ല. മാധ്യമം 25/8/2002 അതിൽ പ്രശ്നങ്ങൾ പ്രതികരണങ്ങൾ എന്നുള്ള കോളത്തില് മുജാഹിദ് ഭിന്നിപ്പിന്റെ അടിവേര് എന്ന പേരിൽ ഇവരുടെ KNMന്റെ പ്രസിഡന്റായ ഡോക്ടർ EK അഹമ്മദ് കുട്ടി സാഹിബ് അദ്ദേഹത്തിന്റെ ലേഖനത്തിന്റെ ഭാഗം ഞാൻ വായിച്ചത്. അപ്പോ ഇതുവരെ അവർ നടത്തിയിരുന്ന തൗഹീദൊക്കെ എവിടെ പോയി? ഇവിടെ സുന്നികളായ ആളുകളെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞ ഗുരുതരമായ ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ പാവപ്പെട്ട സുന്നികളുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും എതിർക്കുന്ന തരത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് പുലമ്പിയിരുന്നത്? യാ ഗൗസ് യാ മുഹീദ്ദീൻ എന്ന് ഇസ്തിഗാസ നടത്തുന്ന ഒരാൾ ഒരു തവണ മുഹീദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോ ഒരു തവണ കാഫിറാവുകയും 10 തവണ വിളിക്കുമ്പോ 10 വട്ടം കാഫിറാവുകയും ചെയ്യുന്നു എന്ന വല്ലാത്തൊരു വാദം സുന്നികളെക്കുറിച്ച് നിങ്ങൾ ആരോപിച്ചിരുന്നല്ലോ. എവിടെ പോയി ആ വാദങ്ങളൊക്കെ? ഇപ്പോ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപിക്കാൻ തുടങ്ങി. ലാ തുമ്പ വലാ വാല, ഒരു തുമ്പും വാലുമില്ലാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപിക്കാൻ തുടങ്ങി, പരസ്പരം പഴിച്ചാരാൻ തുടങ്ങി. ഇത് തന്നെയാണ് നിങ്ങളുടെ അസ്തിത്വം നഷ്ടപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്.
നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എന്താണ് തൗഹീദ് എന്ന്. നിങ്ങൾ തൗഹീദിന്റെ നിർവചനം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞതൊക്കെ മാറ്റി പറയേണ്ട അവസ്ഥയാണുള്ളത്. നിങ്ങൾ എന്തൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ, ആലം ദുന്യാവിൽ നിങ്ങൾ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടോ, എന്തൊക്കെ എഴുതി നിങ്ങൾ പേനയുന്തി തള്ളിയിട്ടുണ്ടോ, അതൊക്കെ തിരുത്തേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ വരും എന്ന ബേജാറുള്ളത് കൊണ്ടാണ് തൗഹീദിന്റെ നിർവചനം നിങ്ങൾ പറയാത്തത്. اعتقاد عدم الشريك في الألوهية بمعنى وجوب الوجود أو بمعنى استحقاق العبادة എന്ന് സുന്നികൾക്ക് ആർജവത്തോടെ ഊർജത്തോടു കൂടി എന്താണ് തൗഹീദ് എന്ന്, എന്താണ് ശിർക്ക് എന്ന് വളരെ കൃത്യമായി പറയാൻ പറ്റും. വഹാബിക്ക് നട്ടലില്ല ഇതിന്റെ വിശദീകരണം പറയാൻ എന്നതാണ് ശരി. ഇനി നോക്കൂ, ഇവരുടെ കൂട്ടത്തില് അവിഭക്തനായ ഒരാളാണ് സലാം സുല്ലമി, അബ്ദുസ്സലാം സുല്ലമി. ഇവരുടെ കൂട്ടത്തിലെ വലിയ ഹദീസ് പണ്ഡിതൻ, ഷെയ്ഖുൽ ഹദീസ് എന്ന പേരിലൊക്കെ അറിയപ്പെട്ടത്. എന്ന് വച്ചാൽ പക്കാ സലഫിസത്തിന്റെ ആളുകൾ, മടവൂർ വിഭാഗത്തിലേക്ക് പോയ അവിഭക്ത മുജാഹിദ് പ്രസ്ഥാനം വിശേഷിപ്പിച്ച അബ്ദുസ്സലാം സുല്ലമി എടവണ്ണ. ഈ അബ്ദുസ്സലാം സുല്ലമിക്ക് അഥവാ സക്കരിയ സ്വലാഹിയുടെയും ഇന്ന് KNM പ്രഭാഷകരായ പല ആളുകൾക്കും തൗഹീദ് പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, തൗഹീദിന്റെ വഴി വെട്ടം തെളിയിച്ചു കൊടുത്ത ആളുകൾ എന്ന് അവർ തന്നെ പ്രഘോഷണം നടത്തിയ അബ്ദുസ്സലാം സുല്ലമി എടവണ്ണക്ക് തൗഹീദ് മനസ്സിലാക്കുന്നതിൽ വമ്പിച്ച അബദ്ധം സംഭവിച്ചിട്ടുണ്ടെന്ന് ഇവരുടെ വലിയ കവല പ്രഭാഷകനായ ഹുസൈൻ സലഫി, അദ്ദേഹം പത്രാധിപരായിട്ടുള്ള അൽ ഇസ്ലാഹ് മാസിക, ഇതൊക്കെ നമ്മുടെ മുമ്പിൽ തെളിവാണ്. സുന്നികൾക്ക് വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കാനും ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ഉൾക്കൊള്ളാനും കഴിയുമെങ്കിൽ ഇതവരോട് പറയാനും കഴിയും. ഹുസൈൻ സലഫി പത്രാധിപരായ അൽ ഇസ്ലാഹ് മാഗസിൻ അതിന്റെ കവർ ചട്ടയിൽ ഇങ്ങനെ മടവൂരികളുടെ തൗഹീദും ഖുബൂരികളുടെ മുതലെടുപ്പും എന്ന ഒരു വലിയ ഫീച്ചർ തന്നെ അവർ എഴുതിയിട്ടുണ്ട്. ഇസ്ലാഹ് മാസിക മാർച്ച് 2007 പേജ് 11 അതിലിങ്ങനെ കാണാം: മലക്കുകളിൽ നിന്നുള്ള ഈ സഹായം തങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം ശിർക്കുകാരനാകുമോ? ഒരിക്കലെങ്കിലും തങ്ങളെ സഹായിക്കാൻ കഴിവ് നൽകിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചാൽ അതും ശിർക്കാണെന്നാണല്ലോ ഈ സുല്ലമി എഴുതിയത്. ഇയാൾക്ക് ശിർക്ക് മനസ്സിലാക്കുന്നതിൽ വമ്പിച്ച അബദ്ധം സംഭവിച്ചിരിക്കുന്നു. ആർക്ക്? കാലങ്ങളേറെ ഇവർക്ക് മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്നും ഇവരുടെ വലിയ ഷെയ്ഖായി ഷെയ്ഖുൽ ഹദീസ് എന്ന പേരിൽ ഇവർ നേതൃനിരയിൽ കൊണ്ടുവരികയും ചെയ്ത എടവണ്ണക്കാരനായ അബ്ദുസ്സലാം സുല്ലമി, ഈ അബ്ദുസ്സലാം സുല്ലമിക്ക് വരെ ശിർക്ക് എന്താണ്, തൗഹീദ് എന്താണെന്ന് കൃത്യമായി മൂപ്പർക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് അൽ ഇസ്ലാഹ് മാസിക. അല്ലേ? എന്തൊക്കെയാ ഇവർ നടത്തിയത്? ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അപജയത്തിന്റെ അടിവേരുകൾ നമ്മൾ തപ്പിപ്പോകുമ്പോ അത്ഭുതം തോന്നും. ഒരു പ്രസ്ഥാനം ഇങ്ങനെ അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് എത്തിപ്പോയല്ലോ എന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോ സുന്നികളായ ആളുകൾക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. കാരണം നിന്ന പ്രസ്ഥാനം യഥാർത്ഥത്തിലുള്ള സുന്നത്ത് ജമാഅത്താണ്. മാ അന അലൈഹി വഅസ്ഹാബി, ഈ മാർഗമാണ് ഞാനും എന്റെ സ്വഹാബത്തെ കിറാമും പിൻപറ്റിയിട്ടുള്ളതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സർട്ടിഫൈ ചെയ്ത ആ ഒരു മാർഗത്തിലൂടെയാണ് പിൻപറ്റുന്നത് എന്ന വല്ലാത്തൊരു സന്തോഷം സുന്നികളായ നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തൊക്കെയാ ഇവര് പറയുന്നത്? യഥാർത്ഥത്തിലുള്ള തൗഹീദ് എന്ന വിഷയത്തിൽ ഇവർ തമ്മിൽ പരസ്പരം പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഔദ്യോഗികമായി മടവൂർ വിഭാഗവും KNM വിഭാഗവും. KNM വിഭാഗത്തിൽ തന്നെ ജിന്ന് വിഭാഗം, സക്കരിയ സ്വലാഹിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു വിങ് തന്നെ ജിന്ന് വിഭാഗം. അതന്നെ രണ്ടെണ്ണമായി തിരിഞ്ഞ് ഫൈസൽ മൗലവി അടക്കമുള്ള ആളുകൾ മറ്റൊരു വിഭാഗം. അബ്ദുറഹ്മാൻ ഇരുവേറ്റി അടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന പക്കാ ചേതനുരിസം, ശുദ്ധമായ ഹദീസിനെയും ഇമാം ബുഖാരി അടക്കമുള്ള വിശ്വോത്തര വിഖ്യാത പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയ ഹദീസുകളെ തള്ളിക്കളഞ്ഞ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്ന അബ്ദുറഹ്മാൻ ഇരുവേറ്റി അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള പക്കാ ചേതനുരിസം ഉൾക്കൊള്ളുന്ന മറ്റൊരു സംഘം.
ഇങ്ങനെ പിളർപ്പിന്റെ വലിയ അഗാധമായ ഗർത്തത്തിലേക്കാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് തന്നെ ഇവരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ശബാബ് വാരിക എന്റെ കയ്യിലുള്ളത് ശബാബ് വാരിക 2007 ശബാബ് വാരിക ഏപ്രിൽ 20 പേജ് 11. തൗഹീദും സുന്നത്തും പ്രബോധനം ചെയ്യാനും പ്രചരിപ്പിക്കാനും ഈ മുജാഹിദ് വിഭാഗത്തെ ഏൽപ്പിക്കുന്നത് കോഴിയെ കാക്കാനും കുറുക്കനെ ഏൽപ്പിക്കുന്നതിനേക്കാൾ അപകടകരമായിരിക്കുമെന്ന് പ്രമുഖ പണ്ഡിതനെന്ന് ഇവർ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അബ്ദുസ്സലാം സുല്ലമി ആധികാരികമായി പറയുന്നുണ്ട്. നോക്കൂ, അബ്ദുസ്സലാം സുല്ലമി എഴുതുകയാണ്, തൗഹീദും സുന്നത്തും പ്രബോധനം ചെയ്യുവാൻ വേണ്ടി ഈ വിഭാഗത്തെ മുജാഹിദുകൾ ഏൽപ്പിക്കുന്നത് കോഴിയെ സംരക്ഷിക്കുവാൻ വേണ്ടി കുറുക്കന്മാരെ ഏൽപ്പിക്കുന്നതിനേക്കാൾ വലിയ അപകടകരമായിരിക്കുമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇത് ആരെക്കുറിച്ചാ പറയുന്നത്? ഇതൊരിക്കലും സുന്നിയെ കുറിച്ചല്ല. ഇത് യാഗോത്തയ മൊഹീദ്ദീൻ എന്ന ഇസ്തിഗാസ നടത്തുന്നതിനെ കുറിച്ചല്ല. ഇത് തവസ്സുലാക്കുന്നവനെ കുറിച്ചല്ല. ഇത് ഖബർ സിയാറത്ത് നടത്തുന്നവനെ കുറിച്ചല്ല. സുബഹി നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുന്നവനെ കുറിച്ചല്ല. അങ്ങനെ ഇവിടെയുള്ള സുന്നിയെ കുറിച്ചല്ല ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർക്കകത്ത് നിന്ന് തന്നെ വലിയ പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തൗഹീദ് ദുർവ്യാഖ്യാനം ചെയ്തു ഇവർ. തൗഹീദ് ദുർവ്യാഖ്യാനം ചെയ്തു. ഹുസൈൻ മടവൂരിന്റെ ഒരു റിപ്പോർട്ട് മലയാള മനോരമ 2002 അത് പ്രസിദ്ധീകരിച്ചു. എന്താണ് ഹുസൈൻ മടവൂരിന്റെ വർത്തമാനം? തൗഹീദിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അനുകൂലിക്കാത്തതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഒതുക്കാനും പുറത്താക്കാനും ശ്രമിച്ചപ്പോൾ സംഘടനയും ആദർശവും ഒന്നിച്ചു നീങ്ങുന്നതിന് തടസ്സമായി. ആദർശത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന, ആദർശത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന അത് തൗഹീദിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അനുകൂലിക്കാത്തതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഒതുക്കാനും പുറത്താക്കാനും ഒക്കെ ശ്രമിച്ചപ്പോൾ സംഘടനയും ആദർശവും ഒന്നിച്ചു നീങ്ങുന്നതിന് തടസ്സമായി. പിന്നെ എന്തിനാ കൂട്ടുകാരങ്ങൾ സംഘടന ഉണ്ടാക്കിയത്? 2008-നും 2009 ശേഷം മാറി മറിഞ്ഞ നിങ്ങളുടെ തൗഹീദ്. അപ്പൊ അതിനു മുമ്പുള്ള ആൾക്കാർക്ക് എത്ര തൗഹീദാ കിട്ടിയത്? നിങ്ങൾ KM മൗലവിക്കും വക്കം മൗലവിക്കും ഒക്കെ എത്ര തൗഹീദാ കിട്ടിയത്? ഏത് തൗഹീദ് അവർ ഉൾക്കൊണ്ടത്? അത് അവര് ഏത് മാർഗത്തിലാണ് ചലിച്ചത്? അവർ സത്യം പറഞ്ഞാൽ അവരിപ്പോൾ എവിടെയായിരിക്കും? സ്വർഗത്തിലായിരിക്കുമോ? അവരുടെ തൗഹീദിൽ തെറ്റുപറ്റിയിട്ടുണ്ടോ? ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണം. ആരാധനകൾ മുഴുവൻ അള്ളാഹുവിനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇബാദത്തിനർഹൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. കാലങ്ങളായിട്ട് ഇവിടെയുള്ള സുന്നികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. മമ്പർത്ത തങ്ങളെ എന്ന് വിളിക്കുന്ന നബി സാത്താക്ക് ഒരിക്കലും നബി സാത്താന്റെ മനസ്സിലില്ല മമ്പർത്ത തങ്ങളിന്റെ പടച്ചോനാണ്. യാഗോസിയ മൊഹീദ്ദീൻ എന്ന് വിളിക്കുന്ന മൗലിയാർക്ക് ഒരിക്കൽ പോലും മൂപ്പര മനസ്സിലില്ല മഹാനായ ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പടച്ചോനാണെന്ന് വിശ്വാസം ശരിയാകണം. യഥാർത്ഥത്തില് വിശ്വാസം ശരിയാകാത്ത മുജാഹിദുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? എന്തൊക്കെയാ ഇവർ തൗഹീദിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞത്? തക്കാളി തൗഹീദ് എന്ന് പറഞ്ഞു, പച്ചക്കറി തൗഹീദ് എന്ന് പറഞ്ഞു, പച്ചമുളക് തൗഹീദ് എന്ന് വരെ പറഞ്ഞു. അല്ലേ? വിചിന്തനം വാരിക 2003 ഏപ്രിൽ 11 എനിക്കൊരു കിലോ തൗഹീദ് തക്കാളിയും 200 ഗ്രാം തൗഹീദ് പച്ചമുളകും വേണം. അത് തൂക്കുന്നതിനിടയിൽ അയാളുടെ അടുത്ത അമ്പ് വേഗം തരൂ, തൗഹീദ് ബസ് ഇപ്പോൾ വരും, അത് പോയാൽ പിന്നെ സാദാ ബസ്സിൽ പോകേണ്ടി വരും. ഇങ്ങനെ തൗഹീദിനെ വളരെ മോശമാക്കുന്ന തരത്തിൽ ഇവർ എഴുതിവിട്ടു. ഇങ്ങനെ പരസ്പരം പഴിച്ചാരിക്കൊണ്ട് പരസ്പരം മുശ്രിക്കാക്കുന്ന അവസ്ഥയിലാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും മുജാഹിദ് പ്രസ്ഥാനം മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുക. ആദ്യം ഇവര് മുശ്രിക്കാക്കിയത് കേരളത്തിലെ പാവപ്പെട്ട സുന്നികളായിരുന്നു. അല്ലേ? എന്താ പറഞ്ഞത്? മക്കാ മുശ്രിക്കുകളെക്കാൾ കേരളത്തിലെ സുന്നികളെ കുറിച്ച് ഇവർ പറഞ്ഞ അബദ്ധജടിലമായ ആരോപണം
കേരളത്തിലെ സുന്നികൾ അവർ മക്ക മുശ്രിക്കുകളെക്കാൾ അധപ്പതിച്ചവരാണ്. സത്യത്തിൽ എന്തായിരുന്നു മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം? ഏത് വിശ്വാസത്തിലായിരുന്നു മക്ക മുശ്രിക്കുകൾ ഉണ്ടായിരുന്നത്? ആ ഒരു വിശ്വാസമാണോ ഇവിടെയുള്ള സുന്നികൾക്കുണ്ടായിരുന്നത് എന്ന കേവല ധാരണ പോലും മുജാഹിദ് പ്രസ്ഥാനക്കാർക്കില്ല. ശിർക്കിനെ വളരെ നല്ല രീതിയിൽ സുന്നത്ത് ജമാഅത്ത് വിശദീകരിച്ചിട്ടുണ്ട്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് കൃത്യമായി മാനദണ്ഡങ്ങൾ വെച്ച് തന്നിട്ടുണ്ട്. എപ്പോഴാണ് ശിർക്ക് സംഭവിക്കുക? മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിർക്കിന് പ്രത്യേക മാനദണ്ഡമൊന്നുമില്ല. അത് ഇപ്പോ രണ്ടാൾക്കാർ മീറ്റിംഗ് കൂടിയിട്ട് അങ്ങോട്ട് തീരുമാനിക്കലാണ്. ഹനീഫ് കായക്കോട് ഒരു ഭാഗത്തുനിന്ന് വരും, അനസ് മൗലവി മറ്റൊരു ഭാഗത്തുനിന്ന് വരും, മുജാഹിദ് ബാലുശ്ശേരി വേറൊരു ഭാഗത്തുനിന്ന് വരും. ഇങ്ങനെ ഇവരുടെ മുജാഹിദിന്റെ ചോട്ടാ നേതാക്കന്മാരൊക്കെ വന്നിട്ടാണ് തീരുമാനിക്കുന്നതാണ് ശിർക്ക്. അന്ന് ശിർക്കാക്കല്ലേ? എന്നാ പിന്നെ ശിർക്കാക്ക. എന്നാ പിന്നെ തൗഹീദിന് വിരുദ്ധ അല്ലെ, തൗഹീദിന് അനുഗുണ. എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ആക്കുക. നിങ്ങൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? എന്നാ പിന്നെ നമുക്ക് അങ്ങനെ ആക്കുക എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്ന ഘട്ടത്തിലേക്ക് തൗഹീദിനെ അവർ കൊണ്ടുപോയി അല്ലേ? 3 പേരൊഴികെ ഇവരുടെ മാഗസിനിൽ തന്നെ എഴുതിയതാണ്, ഇസ്ലാഹ് മാസികയിൽ എഴുതിയതാണ്. 2007 കൂടി നടന്ന ഇവർക്കിടയിൽ നടന്ന വല്ലാത്തൊരു പിടിവലി, തൗഹീദിന്റെ പേരിൽ നടന്ന വല്ലാത്തൊരു അടിപിടി, അതിനെ തുടർന്നുണ്ടായ ചില ലേഖനങ്ങളാണ്. 3 പേരൊഴികെ ബാക്കി ജീവിച്ചിരിക്കുന്നവരും മരിച്ചുപോയവരുമായ എല്ലാ മുജാഹിദുകളും മുശ്രിക്കുകളാണ്. എന്താണ് അവർ പറയുന്നത്? പുതിയ ഗവേഷണ പ്രകാരം അല്ലേ, സുല്ലമിയും സ്റ്റെപ്പിനിയും, സുബ്ഹാന ജല്ല ജലാലുഹു, സുല്ലമിയും സ്റ്റെപ്പിനിയും, നമ്മൾ സ്റ്റെപ്പിനി അതില് സാധാരണ അല്ലാഹുമ്മ സല്ലി എന്തൊക്കെയാ എഴുത്ത്. പുതിയ ഗവേഷണ പ്രകാരം സുല്ലമിയും സ്റ്റെപ്പിനിയും പിന്നെ ചെമ്മാടുള്ളൊരു കുട്ടിപ്പിശാചും അല്ലാത്തവരൊക്കെ മുശ്രിക്കുകളായി. അതിൽ സുല്ലമിയുടെ പിതാവ് അലവി മൗലവിയും അമാനി മൗലവിയും അടക്കം മുൻകഴിഞ്ഞ സകല മുജാഹിദുകളും പെടുമെന്ന് ആലോചിക്കുമ്പോഴാണ് സുല്ലമിയുടെ വിവരത്തിന്റെ ആഴം മനസ്സിലാവുക. അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ആട്ടതോ, ഞാൻ പറഞ്ഞത് സുന്നികളെ കുറിച്ച് അവർ പറയുന്ന ആരോപണമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇടയിൽ നടന്ന വടംവലികൾ, അവർക്കിടയിൽ നടന്ന ദുശ്ശാഠ്യങ്ങൾ, അത് കാരണമുണ്ടായ വലിയൊരു പിളർപ്പ്, അതിനെ തുടർന്നുണ്ടായ ലേഖനങ്ങൾ, എഴുത്തുകൾ, പ്രഭാഷണങ്ങൾ, അതിലൂടെയൊക്കെ ഉണ്ടായ കാര്യമാണ് അല്ലേ? എന്റെ കയ്യിലുള്ള KKP അബ്ദുള്ള, എന്താണ് അദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ? ISM സംസ്ഥാന പ്രവർത്തക എന്താണ് സമിതി അംഗം KKP അബ്ദുള്ള. അദ്ദേഹം എഴുതുന്ന ലേഖനത്തിന്റെ ഒരു ഭാഗം, പുസ്തകത്തിന്റെ പേര് അന്ധവിശ്വാസത്തിലേക്കൊരു പിൻവിളി. എന്താണ് കക്ഷി പറയുന്നതെന്നറിയോ? ഇവിടെ നമ്മൾ ശരിക്കും ആലോചിക്കണം, ഇവിടെയുള്ള സുന്നികളുടെ തൗഹീദ് പോരാ എന്ന് പറഞ്ഞ ആളുകള് ഉള്ളിലുള്ള തൗഹീദിനെ കുറിച്ച് തന്നെ വലിയ ചർച്ചയിലാണ്. എന്താണ്? സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾക്കാണ് അഭൗതിക കാര്യമെന്നും മറഞ്ഞ കാര്യമെന്നും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളുമെന്ന സക്കരിയ സലാഹിയുടെ പുതിയ നിർവചനം തൗഹീദിന്റെ അടിത്തറ ഇളക്കുന്ന അപകടവാദമാണ് അല്ലേ? KKP അബ്ദുള്ള അന്ധവിശ്വാസത്തിലേക്കൊരു പിൻവിളി. എന്താണ് ഇത്? MT അബൂബക്കർ തരീമിന്റെയും ഹമീദ് ഫൈസിന്റെയും പുസ്തകത്തിന് മറുപടി എഴുതിയതല്ല. ഇവർക്കിടയിലുള്ള വടംവലികളുടെ ഭാഗമായിട്ടുണ്ടായ പുസ്തകരചനയും അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ലേഖനങ്ങളുമാണ്. സൃഷ്ടികളുടെ കഴിവിനപ്പുറമുള്ള കാര്യങ്ങൾക്കാണ് അഭൗതിക കാര്യമെന്നും മറഞ്ഞ കാര്യമെന്നും കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള കാര്യങ്ങളുമെന്ന സക്കരിയ സലാഹിയുടെ പുതിയ നിർവചനം തൗഹീദിന്റെ അടിത്തറ ഇളക്കുന്ന അപകടവാദമാണ് എന്ന് സക്കരിയ സലാഹിയുടെ വാദങ്ങൾക്ക് മറുപടിയായിട്ട് എഴുതുകയാണ്. അങ്ങനെ നോക്കിയാൽ ഒരുപാട് വാദങ്ങൾ, ഇവർ മുൻകാലത്ത് പറഞ്ഞിരുന്ന വാദങ്ങൾ, ജിന്ന് ഇല്ല, ജിന്ന് എന്നൊരു വിഭാഗം തന്നെ ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, അമാനി മൗലവിയുടെ പരിഭാഷയിൽ
അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ വരെ വലിയ അബദ്ധങ്ങളുണ്ടെന്ന് ഇന്നവർ സമർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ സമർത്ഥിക്കുന്നത്? സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അബദ്ധവശാൽ ഇവർക്കിടയിലുള്ള ഫൈറ്റ് കാരണം, ഇവർക്കിടയിലുള്ള പരസ്പരം പോര് കാരണം അതൊക്കെ പുറത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നാൾക്ക് നാൾ ശുദ്ധമായ സുന്നത്ത് ജമാഅത്തിനെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങി ശിർക്കാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗം ഇന്ന് സ്വയം ശിർക്കാരോപിതനായി മടങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലേ? നമുക്കറിയാലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് തൗഹീദിന്റെ സുന്ദരമായ വചനം. നമ്മുടെ ആദർശവാചകമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു ഒഴികെ ഇബാദത്തിന് അർഹനില്ലെന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ എന്താണ് ഇബാദത്ത്? മുജാഹിദ് പ്രസ്ഥാനം പുതിയൊരു അർത്ഥം ഇബാദത്തിന് കണ്ടെത്തിയിട്ടുണ്ട്. അല്ലേ? എന്താ പറയുന്ന 1953 1935 അന്തരിച്ച റഷീദുർ-റിള ഈ കക്ഷിയാണ് ഈ ശകല ഫിത്ന ഉണ്ടാക്കിയത്. ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, മഹാനായ യൂസുഫ് നബ്ഹാനി തങ്ങള് റഷീദുർ-റിളയെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് മഗ്രിബ് മുതൽ ഇശാ വരെ റഷീദുർ-റിളയോടൊപ്പം ഇരിക്കാൻ അവസരം കിട്ടി. എനിക്ക് അദ്ദേഹത്തിനോടൊപ്പം സമയം ചെലവഴിക്കാൻ അവസരം കിട്ടി. പക്ഷേ അദ്ദേഹം ഒരിക്കൽ പോലും നിസ്കരിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ഇവരുടെ നേതാക്കന്മാരായ ജമാലുദ്ദീൻ അഫ്ഗാനിയും പിന്നീട് വന്ന റഷീദുർ-റിളയും അയാളുടെ ശിഷ്യൻ മുഹമ്മദ് ബിൻ അബ്ദയും ഒക്കെ സത്യം പറഞ്ഞാൽ മാസൂണിസത്തിന്റെ ജൂത സയനിസ്റ്റ് ലോബികളുടെ ചാരന്മാരായിരുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുക. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ കണ്ടുമുട്ടിയ രംഗം വിശദീകരിക്കുന്നുണ്ട് ഹംഫർ തന്റെ പുസ്തകത്തിൽ. അഥവാ ജൂതന്മാർക്കെതിരെ ശക്തമായ പോരാട്ടം നടക്കുന്ന സമയത്ത്, ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജൂതന്മാർക്കെതിരെ നല്ല പോരാട്ടം നടക്കുന്ന സമയത്ത് ജർമ്മനിയിൽ നിന്ന് ഹംഫറുടെ ലേഖനം കണ്ടെടുത്തിട്ടുണ്ട്. ലേഖനമല്ല, അദ്ദേഹം എഴുതിയ കുറച്ച് കത്തുകൾ, അദ്ദേഹത്തിന്റെ ആത്മകഥ, അതൊന്നും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളത്തിലൊക്കെ വാങ്ങാൻ കിട്ടും. അതിൽ കക്ഷി പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ 1970 അവസാനിച്ച ബഹുമാനപ്പെട്ട ഒട്ടോമൻ സാമ്രാജ്യത്തിന്റെ അഥവാ ഉസ്മാനിയ ഖിലാഫത്തിന്റെ പതനത്തിന്, അത് ഭാഗികമായി പൂർണ്ണമായിട്ട് അവസാനിക്കുന്നതാണ് ഏകദേശം 1971 ഉസ്മാനിയ എംപയറിന്റെ പരാജയത്തിനുള്ള എല്ലാ ശ്രമങ്ങളും എല്ലാ പടക്കോപ്പുകളും എന്നുവെച്ചാൽ 1880 നിലവിൽ ലോകത്തരങ്ങേറിയ ഒന്നാം ലോകമഹായുദ്ധം. ഈ ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ പിന്നിലെ ശക്തമായ പ്രചണ്ഡമായ മുസ്ലിം വിരോധമാണ് ഉണ്ടായിരുന്നത്. ഹംഫർ രേഖപ്പെടുത്തുന്നുണ്ട്, ഞാന് ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു, അവിടെ നിന്ന് എനിക്ക് ഒരുപാട് കൂട്ടുകാരെ കിട്ടി. പക്ഷേ കൂട്ടത്തിലെ എന്റെ ഏറ്റവും മികച്ച കൂട്ടുകാരൻ അത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബാണ്. ഞാൻ അദ്ദേഹവുമായി കൂട്ടുകൂടി. മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി എനിക്കൊരാളെ കൂടി കയ്യിൽ കിട്ടിയിരിക്കുന്നു എന്ന വല്ലാത്തൊരു സന്തോഷം എന്റെ മനസ്സിലുണ്ടായി എന്ന് സയനിസത്തിന്റെ വക്താവായ ഹംഫർ എന്ന് വെച്ചാൽ ഒട്ടോമൻ എംപയറിനെ തകർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരന്റെ അച്ചാരം പറ്റിയിരുന്ന ഹംഫർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ തുടക്കം അവിടുന്നാണ്. 1935 മരണപ്പെട്ട റഷീദുർ-റിള അയാൾ ഇബാദത്തിൽ ഒരു താരീഫ് പറഞ്ഞിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വ്യാജനിർമ്മിതമായ ഈ നിർവചനമാണ് മുജാഹിദ് പ്രതിസന്ധിയുടെ അടിവേര്. എന്താണത്? മറഞ്ഞ വഴിക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ ഒരു വ്യക്തിക്കോ ശക്തിക്കോ കഴിയുമെന്ന വിശ്വാസമാണ് ഇബാദത്ത് എന്നവർ നിർവചിച്ചു. ഇതുവഴി മറഞ്ഞ മാർഗത്തിലൂടെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം എന്ന് അവർ സിദ്ധാന്തിച്ചു. ഫലമോ അവർ തന്നെ രേഖപ്പെടുത്തട്ടോ.
വിശുദ്ധാത്മാക്കൾക്ക് അദൃശ്യമായി ഉപകാരം ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം ശിർക്ക് എന്ന് വിധിയെഴുതി. മലക്കുകൾ, ജിന്നുകൾ, പിശാചുക്കൾ തുടങ്ങിയ ഭൗതിക ശക്തികൾക്ക് ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസം അവർ നിഷേധിച്ചു. പിന്നീട് നമ്മൾ കണ്ടത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സൗദി സലഫിസവുമായി അഫിലിയേറ്റ് ചെയ്തപ്പോ, അവരോട് ചേർന്ന് പ്രവർത്തിച്ചപ്പോ ജിന്നിന്റെയും പിശാചിന്റെയും ഒക്കെ അദൃശ്യ കഴിവുകൾ അംഗീകരിക്കേണ്ടി വന്നു. അതോടെ പുതിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നു. മറഞ്ഞ വഴിക്ക് ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അല്ലാഹു മാത്രമെന്ന തൗഹീദിന്റെ നിർവചനത്തിന് കടകവിരുദ്ധമല്ലേ ജിന്ന് പിശാചുക്കളുടെ ഈ കഴിവ് അംഗീകരിക്കലെന്ന് ചോദിച്ചുപോയി. യഥാർത്ഥത്തിൽ എപ്പോഴല്ലേ മുജാഹിദ് പ്രസ്ഥാനം പൊളിഞ്ഞു പാളീസായത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിച്ചതാണ് മുജാഹിദ് പ്രതിസന്ധിക്ക്, മുജാഹിദുകളുടെ ഇടയിലുള്ള അവരുടെ സംഘടനാപരമായ പ്രതിസന്ധിക്ക് കാരണം. ഈ ഒരു നിർവചനത്തിന്റെ പിന്നാലെ നടന്നതോടുകൂടിയാണ്. എന്തൊക്കെയാ പറഞ്ഞിരുന്നത്? ഇവരുടെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? ജിന്ന് എന്ന് പറയുന്ന ഒരു സാധനം തന്നെയില്ല, ജിന്ന് എന്ന് പറയുന്ന ഒരു സാധനം തന്നെയില്ല. അബ്ദുസലാം സുല്ലമി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താ എഴുതിയിട്ടുള്ളത് അല്ലേ? നമ്മുടെ ടോയ്ലറ്റിലൊക്കെ കയറുമ്പോൾ നമ്മൾ എന്താ പറയില്ല? സാധാരണ നമ്മളെന്താ പറയാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസ്. അല്ലാഹുവേ, ആൺപിശാചിനെ തൊട്ടും പെൺപിശാചിനെ തൊട്ടും ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. ഇതിവര് അർത്ഥം മാറ്റിയിട്ട് അവര് പറഞ്ഞു കക്കൂസിൽ തോന്നുണ്ടാവല് കൊതുകളാണെന്ന് പറഞ്ഞു. കക്കൂസിൽ ശൈത്താൻ ഇബ്ലീസ് ഒന്നല്ല ഉണ്ടാവല്, അവിടെ കുറെ കൊതുകളാ ഉണ്ടാവലെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞമ്മക്ക് എന്താക്കാം, ഖുബുസ് ഖബായിസ് എന്ന പദത്തിന്റെ അർത്ഥം അത് ആൺകൊതുകുകളെന്നും പെൺകൊതുകുകളെന്നും എന്നും മുജാഹിദ് പറഞ്ഞു. അല്ലേ? എന്തൊരു ഘടകവിരുദ്ധമായ വാദാണ്. യഥാർത്ഥത്തിൽ ജിന്ന് ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ, ജിന്നോ അങ്ങനൊന്നുമില്ല എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പൊ എവിടെ നോക്കിയാലും ജിന്നിൽ പെടുന്ന അവസ്ഥയുണ്ടായത്. പിന്നെ നടന്ന പ്രസംഗങ്ങളൊക്കെ ജിന്നില്ലാത്തൊരു പ്രസംഗം ഉണ്ടായിരുന്നില്ല, എല്ലാത്തിലും ജിന്ന്. പറയുന്ന ആൾക്കും ജിന്ന് കൂടി വന്നൊരു സംശയം. മൊത്തത്തിൽ ആകെ കൂടി ഒരു ജിന്നിന്റെ കലപില, ഒരു സമ്മേളനം, ഒരു കരയോഗം ചേർന്ന മാതിരി ജിന്നുകളൊക്കെ പാടി. എവിടെ നോക്കിയാലും ജിന്നായിരുന്നു, എവിടെ നോക്കിയാലും ജിന്നായിരുന്നു. എങ്ങോട്ട് നോക്കിയാലും നമ്മള് പിന്നെ പാത്രമൊക്കെ കഴുകി, പിന്നെ അതുപോലെ വെള്ളമൊഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അഥവാ ചൂടുള്ള വെള്ളമാണെങ്കിൽ ജിന്നിന്റെ മേത്തൊട്ടിയാലോ. മന്ത്രിക്കുന്ന സമയത്ത് ഞാൻ കുഴലെടുത്തിട്ടാണ് ഊതിയത്. കാരണം എന്താണ്, പെണ്ണിന്റെ മേത്ത് കയറിയിട്ടുള്ളത് പിന്നെ ശൈത്താനല്ലേ, ജിന്നല്ലേ. അത് ജിന്നിനോട് പ്രതികരിച്ചാലോ. മേശന്റെ വലിപ്പടക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. മേശന്റെ അടിയിൽ കുടുങ്ങിയാലോ കക്ഷി. റോഡ് കൂടെ നിങ്ങൾ കടന്നിട്ട് അങ്ങനെ പോകുമ്പോ നേരെ വണ്ടി വന്ന് ഇടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്തേ സംഭവിച്ച്, ജിന്ന് വന്ന് സഹായിച്ചതാണ്. സുന്നിയോട് പോലും പറയാത്ത വാദം. അങ്ങനെ തൗഹീദ് നഷ്ടപ്പെട്ട, തൗഹീദിനെ കുറിച്ച് കാമ്മ അക്ഷരം മിണ്ടാൻ പോലും കഴിയാതെ അധപ്പതനത്തിന്റെ പടുകുഴിയിലേക്ക് യാത്ര തിരിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല. ധൈര്യമുണ്ടെങ്കിൽ, ആണുങ്ങളാണെങ്കിൽ തൗഹീദിനെ കുറിച്ച് പറയാൻ തയ്യാറാകണം. വെറുതെ ഫലപ്രസംഗം നടത്തുകയല്ല വേണ്ടത്. സുന്നികൾ പറഞ്ഞതുപോലെ തൗഹീദിന്റെ നിർവചനം എന്താണെന്ന് കൃത്യമായി പറയാൻ പറ്റണം. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്? തൗഹീദ് മനസ്സിലാക്കിയാൽ പിന്നെ ശിർക്ക് പണിയില്ലല്ലോ. എന്താണ് ശിർക്ക്? എങ്ങനെയാണ് ശിർക്ക് വരിക? എങ്ങനെയാണ് ഒരാളെ മുശ്രിക്കാക്കുക? എങ്ങനെയാണ് ഒരാളെ കാഫിറാക്കാൻ പറ്റുക? എന്താണ് തവസ്സുല്? എന്താണ് ഇസ്തിഗാസ? എന്താണ് മുഅ്ജിസത്ത്? എന്താണ് കറാമത്ത്? എന്നൊക്കെ വളരെ കൃത്യമായി. എന്താണ് മറഞ്ഞ മാർഗം? എന്താണ് അഭൗതികമായ മാർഗത്തിലൂടെ സഹായം തേടുക എന്ന് പറയുന്നത്? എന്താണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം?
നിങ്ങൾ ആരോടും ചോദിക്കാൻ പാടില്ല, നിങ്ങൾ ആരെ പിന്നാലോടും പോയി ചോദിക്കേണ്ടത് പടച്ചോനോടാണ്. എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ ഈ മൗലവി വയന്നു കഴിഞ്ഞിട്ട് ആദ്യം ഇറങ്ങിയിട്ട് നേരെ പൈസ വെച്ചുള്ളത് പിന്നെ സംഘാടകരോടേക്കാണ്. നിങ്ങൾ ആരോടും സഹായം ചോദിക്കാൻ പാടില്ല. പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് പെണ്ണുങ്ങളെ വിളിച്ചു കാണാൻ ഈ കുപ്പാന്റെ അടുത്താണ് എന്ന് പറയല് സഹായക്കെട്ടല്ല, വിളിക്കലല്ല, സഹായം ചോദിക്കലൊന്നുമല്ല. അപ്പോ സത്യം പറഞ്ഞാൽ നിങ്ങളെ തൗഹീദ് എന്താണ്? ഞങ്ങൾക്ക് ഇതുവരെ പറഞ്ഞിട്ട് പിടുത്തം കിട്ടാത്തൊരു സാധനമാണ്. നിങ്ങൾ ഈ തൗഹീദ് പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. എന്താണ് ഈ തൗഹീദ്? ഞങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാരണം നിങ്ങൾ പറഞ്ഞിട്ട് എന്താണ് മനസ്സിലാവണില്ല, എന്താണ് നിങ്ങൾ ഈ പറയുന്നത് മനസ്സിലാവണില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചോദ്യമാണ് വഹാബിന്റെ മുമ്പിൽ നമ്മൾ വെച്ചുകൊടുക്കേണ്ടി. അവൻ പോണ വഴിക്ക് പുല്ല് മുളക്കൂലാന്നാ. അത് പറയാൻ പറ്റൂല. തൗഹീദിന്റെ യഥാർത്ഥ സത്ത എന്താണ് തൗഹീദ് എന്ന് മഹാന്മാരെന്ത് വിശദീകരണം പറഞ്ഞു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് വളരെ കൃത്യമായി സമൂഹത്തിന്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എല്ലാ സഹായങ്ങളുടെയും കേന്ദ്രം അത് അല്ലാഹുവാണ്. അല്ലാഹുവിൽ നിന്നാണ് എല്ലാ സഹായങ്ങളും ഉണ്ടാകുന്നത്. ഇബാദത്ത് നടത്തേണ്ടത് പടച്ച തമ്പുരാനോടാണ്. അപ്പോൾ എന്താണ് ഇബാദത്ത്? ശിർക്കാരോപണം. അപ്പോൾ എന്താണ് ശിർക്ക്? ഔലിയാക്കന്മാരെ കുറിച്ച് വളരെ അബദ്ധജടിലമായ വാദം. മുഅ്ജിസത്തില്ല, കറാമത്തില്ല. അമ്പിയാക്കന്മാരുടെ ഇസ്മത്ത്, അവർ തെറ്റുകാരാണ്. അമ്പിയാക്കന്മാര് മഅ്സൂമികളാണ് എന്ന അഹ്ലുസുന്നയുടെ ശുദ്ധമായ വാദഗതികളെ തകർത്ത് തരിപ്പണമാക്കുന്ന വാദങ്ങളുമായിട്ട് എന്നോർപ്പിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാല് നിങ്ങളെ കാര്യം എടുക്കാനില്ല എന്നർത്ഥം. നിങ്ങൾ കാര്യം എടുക്കാനില്ല. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ശിർക്ക് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. സക്കരിയ സ്വലാഹി ഫൈസൽ മൗലവി ശിർക്ക് ആരോപിക്കുന്നു, ഫൈസൽ മൗലവി തിരിച്ച് ശിർക്ക് ആരോപിക്കുന്നു, അനസ് മൗലവി ശിർക്ക് ആരോപിക്കുന്നു. അങ്ങനെ ശിർക്കിന്റെ വല്ലാത്തൊരു സമ്മേളനം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ സുന്നികളെ പറ്റിയിട്ട് ശിർക്ക് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണല്ലോ നിങ്ങളുടേത്. സുന്നികളെ പറ്റി ശിർക്ക് പറയാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണല്ലോ നിങ്ങളത്. എന്തൊക്കെ വാദങ്ങളാ! മൂല്യൊരു മുൻപിയാ പറയും അള്ളാന്റെ ഓടൊപ്പം വേറെ ആരും വിളിച്ചുവിടാട്ടോ, പടച്ചോന്റെ കൂടെ വേറെ ആരും വിളിക്കാൻ പറ്റൂല. എന്ത് വാദാണ്! ഞാൻ എന്റെ ഉമ്മാനും വിളിച്ചു, പടച്ചോന്റെ അടുത്ത് വിളിച്ചു, അള്ളാ എന്റെ ഉമ്മ എന്ന് വിളിച്ചു. സത്യം പറഞ്ഞ ഇവിടെ വിളിയൊക്കെ നടന്നിട്ടുണ്ട്. അള്ളാന്റെ ഒപ്പം തന്നെ വിളിച്ചും ചെയ്തിട്ടുണ്ട്. ഞാൻ മുശ്രിക്കായോ? ഞാൻ ദീനിന്ന് പുറത്തു പോയോ? നിങ്ങളുടെ വാദപ്രകാരം ഞാൻ പുറത്തു പോകേണ്ട ആളാണല്ലോ. അപ്പൊ എന്താണ് നിങ്ങളുടെ തൗഹീദ്? എന്താണ് നിങ്ങളുടെ ശിർക്ക്? അല്ലേ? ഇബാദത്തിനെ കുറിച്ച് ഇവർ പറഞ്ഞത് നോക്കൂ. ശബാബ് ജൂലൈ വാരിക 2012. അദൃശ്യമായ നിലയിൽ മനുഷ്യന് ദ്രോഹം വരുത്താൻ അള്ളാഹുവിനെ കഴിയൂ എന്ന് വിശ്വസിക്കേണ്ടത് ഈമാനിന്റെ ഭാഗമാണ്. അദൃശ്യമാർഗത്തിലൂടെ ഗുണം ലഭിക്കുമെന്നോ അപകടം ദൂരീകരിച്ച് കിട്ടുമെന്നോ ഉള്ള വിശ്വാസത്തോടെയുള്ള സഹായാഭ്യർത്ഥനയാണ് അവർ ഇബാദത്ത് എന്ന് പറഞ്ഞിരുന്നത്. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ വാദങ്ങൾ, അല്ലേ? പരസ്പര വിരുദ്ധമായ വാദങ്ങൾ ഇവരുടെ ഗ്രന്ഥങ്ങളിൽ ഇവർ എഴുതി വെച്ചു. ജിന്നും പിശാചും അദൃശ്യദൃഷ്ടികളാണ്, അതുകൊണ്ട് അവയോട് സഹായം തേടാൻ പാടില്ല, അത് ശിർക്കാണെന്ന് ഇവർ എഴുതി. അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന ഗ്രന്ഥത്തിൽ കെ കുഞ്ഞീദ് മദനിയുടെ ഗ്രന്ഥാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. കുഞ്ഞീദ് മദനി എഴുതണെന്താ? പേജ് നമ്പർ 83 കേട്ടോ. ഇനി വല്ല മുജാഹിദുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ എടുത്തു നോക്കാൻ വേണ്ടിയാ പറയുന്നത് കേട്ടോ. ഭൂരിപക്ഷം ഖുർആൻ വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം ഈ പരിശുദ്ധ വചനം ഈസ, മറിയം, ഉസൈർ അലൈഹിമുസ്സലാത്തു വസ്സലാം, മലക്കുകൾ എന്നീ മഹാന്മാരെ വിളിച്ച് സഹായമർത്ഥിച്ചിരുന്നവരെ സംബന്ധിച്ച് അവതരിച്ചതാണ് എന്നാണ്. അള്ളാഹുവിന്റെ മുഖറബുകളായ മലക്കുകളോടോ മഅ്സൂമുകളായ പ്രവാചകന്മാരോടോ സഹായമർത്ഥിച്ചാൽ അർത്ഥിച്ചവന്റെ ദുരിതമകറ്റാനോ അതിനെന്തെങ്കിലും മാറ്റം വരുത്താനുമെങ്കിലോ അവർക്ക് കഴിയുകയില്ല. ഇവര് കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്.
പേജ് നമ്പർ 83. എന്താ അമീർ സാഹിബ് 85 അടിച്ച്? മനസ്സിലായില്ല അല്ലേ? ഈസ, മറിയം, മലക്കുകൾ, മുസ്ലിം ജിന്നുകൾ മുതലായവരെ വിളിച്ച് സഹായം തേടിയിരുന്നവരെ സംബന്ധിച്ചാണ് ഈ വചനം അഥവാ സൂറത്തുൽ ഇസ്രായിലെ 56-57 സൂക്തങ്ങൾ അവതരിച്ചത് എന്നാണ് സർവ്വ മുഫസ്സിറുകളും പ്രസ്താവിച്ചിട്ടുള്ളത്. കുഞ്ഞിത് മദനിന്റെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ എന്ന ഗ്രന്ഥത്തിലും കക്ഷി തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലേ? സിഹിർ ശിർക്കല്ല എന്ന് പറഞ്ഞു. സിഹിർ ശിർക്കല്ല എന്ന് പറഞ്ഞു. എല്ലാം നമ്മളെടുത്ത് രേഖകളാണല്ലോ. എന്തിനാ ബേജാറാവുന്നത്? നമ്മളെടുത്ത് രേഖ ഉണ്ട് എല്ലാതും. ഉമർ മൗലവിയുടെ ഫാത്തിഹയുടെ തീരത്ത് എന്ന പുസ്തകം, പേജ് നമ്പർ 125. ആഭിചാരവും മന്ത്രവാദവും യഹൂദികളുടെ താവഴിയാണ്. നമ്മുടെ സമുദായത്തിലും അത് കടന്നുകൂടിയിരിക്കുന്നു. അദൃശ്യലോകത്തിൽപ്പെട്ട പിശാചുക്കളോടും ജിന്നുകളോടും സഹായം തേടുകയും അവരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ചിലത് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടുള്ളതാണ് ആഭിചാരവും മന്ത്രവാദവും. അദൃശ്യമായ മാർഗത്തിൽ ഗുണം ആശിക്കുകയോ ദോഷം ഭയപ്പെടുകയോ ചെയ്തുകൊണ്ട് താഴ്മ കാണിക്കൽ ആരാധനയാണ്. അപ്പോൾ ജിന്നിനെയും പിശാചിനെയും ആരാധിക്കുക എന്ന ശിർക്ക് അതിൽ വന്നുകൂടുന്നു. അതുകൊണ്ടാണ് ആഭിചാരവും മന്ത്രവാദവും ശിർക്കും കുഫറുമായി തീർന്നത്. അല്ലേ? എന്നാലോ KNM പാഠപുസ്തകം സ്വഭാവ പാഠങ്ങൾ 4ാം ക്ലാസ്, പേജ് നമ്പർ 15 പിടിച്ചോ. മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ശ്രമമെന്ന നിലക്ക് അത്തരം സിഹിറുകൾ പാപമാണ്. അതിനു പുറമെ ഗൂഢവും അജ്ഞാതവുമായ വഴിക്കാണ് സിഹിറിന്റെ ഫലം പ്രതീക്ഷിക്കുന്നത്. അജ്ഞാത ശക്തികളെ ആശ്രയിക്കുന്നത് കുഫറും ശിർക്കുമാണെന്ന് വരെ ഇവരെഴുതി വെച്ചു. അല്ലെ? സ്വഭാവ പാഠങ്ങൾ 4ാം ക്ലാസ്സിലേക്ക് KNM എഡ്യൂക്കേഷണൽ ബോർഡ്, കംപ്ലീഷൻ ബൈ മുജാഹിദ് സെന്റർ, കാലിക്കറ്റ് 673-002. മന്ത്രം ശിർക്കാണെന്ന് പറഞ്ഞു. അദൃശ്യ സൃഷ്ടികളായ ജിന്നിന്റെയും ശൈത്താന്റെയും അദൃശ്യ നിലയിലുള്ള സഹായം തേടൽ അതിലുള്ളത് കൊണ്ടാണ്, അഥവാ മന്ത്രവാദം ശിർക്കായത് എന്ന് ഇതേ കക്ഷി ഫാത്തിഹയുടെ തീരത്ത് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ കക്ഷി പറയുന്നുണ്ട്. ശബാബ് 2007 ജനുവരി 12 ലക്കം. ഒരു കറുത്ത പൂച്ച നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. ഇതുമൂലം തനിക്ക് വല്ല വിപത്തും ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടാൽ ആ ഭയം തന്നെ ശിർക്കാണെന്ന് ഇസ്ലാമും മുജാഹിദ് പ്രസ്ഥാനവും പറയുന്നു. പേടിണ്ടാവാൻ പാടില്ല. ശകുനം ശിർക്കാണെന്ന് ഇസ്ലാം പ്രഖ്യാപിച്ചത് അത് മറഞ്ഞ വഴിയിലൂടെ ഭയമായതിനാലാണ്. ചുരുക്കി പറഞ്ഞാല് എന്താണെന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഇവർക്ക് പറ്റിയത്. ഈ വയസ്സന്മാർക്കുണ്ടാവും ഒരു സൂക്കട്, ഹിസ്റ്റീരിയാന്ന്, അൽഷിമേഴ്സ് ഹിസ്റ്റീരിയ എന്നൊക്കെ പറഞ്ഞ സൂക്കടുണ്ടല്ലോ, അത് പറ്റിക്കണമെന്നൊരു സംശയമുണ്ട്. ഏതായാലും കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് പറഞ്ഞതെന്ന ബോധമില്ലാതെ, കഴിഞ്ഞ കാലത്ത് എന്താണ് പറഞ്ഞതെന്ന് ബോധമില്ലാതെ ഇവരിങ്ങനെ വെറുതെ ആവശ്യമില്ലാത്തത് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ഇവർ പറഞ്ഞതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. അല്ല, നേരം പിന്നെ ഞങ്ങളിപ്പോ നേരത്തെ എന്തേ പറഞ്ഞ്, കുറച്ചെന്റെ ഞങ്ങൾ എന്തേ പറഞ്ഞ് എന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ കേച്ചിലായിരിക്കുകയാണ്. ഈ ഷെറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തല്ലോ. അല്ലെ? എത്ര സ്ഥലങ്ങളിൽ എത്ര പ്രദേശങ്ങളിൽ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിവരെ വെല്ലുവിളിച്ചു. ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുപ്പടി നടക്കാതെ പോയ ഒരു സംവാദമായിരുന്നു. അതിന്റെ സംവാദ വ്യവസ്ഥയിൽ ഉസ്താദിന്റെ വെല്ലുവിളി ഏറെ ശ്രദ്ധേയാണ്. ഞാൻ ഇന്നും പലവട്ടം അതെടുത്ത് കേട്ടു നോക്കാറുണ്ട്. ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫിന്റെ പറയട്ടെ, ഇങ്ങനെ പരിവർത്തനം ചെയ്താലോ, നിങ്ങൾ ഇപ്പൊ തന്നെ അങ്ങനെ ആയാലോ, ഒന്ന് നിൽക്കേ, നിങ്ങൾ പറയട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ കേട്ടല്ലോ. ഞങ്ങൾക്കറിയാം ഇസ്തിഹാസ പറഞ്ഞ് നിങ്ങൾക്ക് പേടിയുണ്ടാവും. ഞങ്ങൾ APക്ക് തലാക്ക് പ്രശ്നം പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഇസ്തിഹാസന്റെ വിഷയത്തല്ലോ അങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പറഞ്ഞു കേരളത്തിലിരിക്കുന്ന എല്ലാ തർക്കത്തിനും പറഞ്ഞു ഇവിടെ എഴുതിയ 3 വിഷയങ്ങൾ, ഈ 3 വിഷയങ്ങൾ ഏറ്റവും പ്രാധാന്യം. 3 സാഹചര്യം ഉണ്ടായതുകൊണ്ടായിരിക്കും 3 എഴുതിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നമ്മളും നിങ്ങളും തർക്കത്തിൽ ഒരുപാട് വിഷയമുണ്ട്, ഒക്കെ ഇവിടെ എഴുതിയിട്ടില്ലല്ലോ. ഇവിടെ എഴുതിയ വിഷയങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇസ്തിഹാസയാണല്ലോ. എന്തെങ്കിലും ഇസ്തിഹാസ പറയാൻ ഇപ്പത്തൊരു പേടി?
ഇസ്തിഹാസ പറഞ്ഞിട്ടല്ലേ പോരെ, ഇസ്തിഹാസ കഴിഞ്ഞിട്ട് പോരെ ഖുത്ബ ഏത് ഭാഷ. ഒരു മുസ്ലിമാണോ അല്ലോ തീരുമാനിക്കാത്ത ഒരാള് ഖുത്ബ ഏത് ഭാഷയിൽ ഓതിട്ടുണ്ടാ? അത് തർക്കമല്ല. ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത്, നമ്മൾ പറഞ്ഞത് ലോകത്തുള്ള എല്ലാ തർക്കത്തിലെ വിഷയങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ എഴുതിയ 3 വിഷയങ്ങൾ, ഒന്ന് ഇസ്തിഹാസയുണ്ട്, ഖുത്ബിയ്യത്തുണ്ട്, ഖുത്ബയുണ്ട്. ഈ 3 ആർക്കും അറിയാം, ഏത് ബുദ്ധിയുള്ള ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ 3 വിഷയങ്ങൾ ഏറ്റവും പ്രാധാന്യമുള്ളത് ഇസ്തിഹാസയാണ്. എന്താ ഇപ്പൊ മാത്രം ഇതുവരെ 5 കൊല്ലക്കാലം ഇസ്തിഹാസിന്റെ വിഷയത്തിൽ ഇവിടുത്തെ മുസ്ലിമീങ്ങളെ, ലോക മുസ്ലിമീങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ചിട്ട് ഇപ്പൊ എന്റെ ഇസ്തിഹാസ എന്ന് പറയുമ്പോൾ ഒരു പേടി ജിന്നും മലക്കും പിന്നാലുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ അങ്ങനെ ആവാതിരിക്കാം. അതൊന്നും നമ്മുടെ വിഷയമല്ല. നിങ്ങളിപ്പോ എപിക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രം, നമ്മളതൊന്നും നമ്മുടെ വിഷയവുമല്ല. ഞാൻ പറയുന്നത് ഈ ചുരുക്കി പറഞ്ഞാൽ എത്ര വിളിച്ചിട്ടും ഇവർ വരുന്നില്ല. എത്ര വിളിച്ചിട്ടും നിങ്ങൾ ഇസ്തിഹാസ ചർച്ച ചെയ്യാൻ തയ്യാറാവോ? വിശ്വാസം ശരിയായിട്ട് പോരെ ജുമുഅ ഖുതുബ നിർവഹിക്കല്. ജുമുഅക്കരിക്കാൻ ആദ്യം മുസ്ലിം ആവണ്ടേ, ശിർക്കില്ലാത്ത ആളാവണ്ടേ. അങ്ങനത്തെ ആൾക്കാർ ജുമുഅ സ്കെച്ചിലല്ലേ ഉള്ളൂ, കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട മുസ്തഫ അഷ്റഫി കക്കുപടി വരൂല, ഒരിക്കലും വരൂല. നിങ്ങള് ഒന്നും ചെയ്യണ്ട. ഒരു മുജാഹിദുകാരനെ കാണുമ്പോ ഓനോട് ചോദിച്ചാൽ മതി തൗഹീദ് എന്നൊക്കെ പറഞ്ഞാൽ ആ മലയാളം നിന്നിട്ട് പറയണ്ട. മലയാളം പറഞ്ഞു കണ്ടൊരു ചിരിക്കണ പരിപാടിന്റെ ആളെ പൊട്ടീസാക്കുന്ന ഏർപ്പാട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് നിർത്തിവെക്കണം. എന്താണ് മഹാന്മാര് അഹ്ലുസുന്നയുടെ വക്താക്കളെ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്, എന്താണ് തവസ്സുൽ, എന്താണ് ഇസ്തിഗാസ? സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ വഴി അതിൽ ആ വിഷയത്തിൽ എന്താണ്? ഏത് ഇമാം എവിടെ പറഞ്ഞു, ഏത് കിതാബിൽ പറഞ്ഞു, ഏത് മുഫസ്സിർ പറഞ്ഞു, ഏത് ആയത്തിന് ആധാരമാക്കി ഏത് തഫ്സീറിലാണ്, ഏത് ഹദീസിന്റെ ഗ്രന്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? ആ വിഷയത്തെക്കുറിച്ച് മഹാന്മാരുടെ അഭിപ്രായം എന്താണ്? ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എന്താണ്? ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എന്താണ്? പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ് എന്നാണ് പറയേണ്ടത്. ഹുസൈൻ സലഫിന്റെയും അബ്ദുസലാം സുല്ലമിന്റെയും സക്കരിയ സലാഹിയുടെയും അതുപോലെ അബ്ദുൽ മജീദ് സലാഹിയുടെയും അതുപോലെ ജബ്ബാർ മൗലവിന്റെയും ഇബ്രാഹിം മൗലവിന്റേതും അങ്ങനെയുള്ള ആളുകളുടെ വാദങ്ങളൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്ത് പറഞ്ഞോ? വിശ്വവിഖ്യാതരായ സച്ചരിതരായ മഹാന്മാരായ വലിയ നൂറ്റാണ്ടുകളിൽ അറിയപ്പെട്ട മുജദ്ദിദീങ്ങളായ ഇൽമിന്റെ നിറകുടങ്ങളായ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു എന്നാണ് ഞങ്ങൾക്ക് കേൾക്കേണ്ടത്. എന്ത് പറഞ്ഞാൽ പിന്നെ ഓരോ പോണ വഴിക്ക് പുല്ല് മുളക്കൂല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തൊക്കെ ഹദീസിൽ വരെ ഇവര് വലിയ തിരുമറികൾ നടത്തി, വലിയ തിരുമറി നടത്തി. ആയത്തുകൾ ഇവർ ദുർവ്യാഖ്യാനം ചെയ്യാൻ തുടങ്ങി. ജിന്നിന്റെ വിഷയത്തിലൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങൾ എന്തൊക്കെയായിരുന്നു അല്ലേ? ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ വരെ തുടങ്ങി. അങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്ന കാലാന്തരങ്ങളിൽ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മാറ്റത്തിരുത്തലുകൾ വന്ന അവസാനം എന്തിനു വേണ്ടിയാണോ ഈ സംഘടന ഉണ്ടാക്കിയത്, എന്തിനു വേണ്ടിയാണോ, എന്ത് ശിർക്കാരോപിക്കാൻ വേണ്ടിയാണോ ഇവർ സംഘടന ഉണ്ടാക്കിയത്, അതിലേക്ക് തന്നെ ഇവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹിദായത്ത് വരെ ജിന്നിന്റെ അടുത്ത് കിട്ടുന്നവരെ പ്രഭാഷകർ ഇവരെ കൂട്ടത്തിലുണ്ടായി അല്ലേ? ഹിദായത്ത് വരെ ജിന്നിന്റെ കിട്ടുന്നു. എന്തൊക്കെ വാദങ്ങളാ സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ വലിയ പിളർപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിൽ സന്തോഷിക്കേണ്ട ആളുകൾ നമ്മളാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉറച്ചു നിൽക്കുന്ന നമുക്ക് പാത കാണിച്ചു തന്നത് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളാണ്, മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരാണ്, ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് അവർകളാണ്, ബഹുമാനപ്പെട്ട ഷേഖുന കള്ളിയത്ത് ഉസ്താദ് അവർകളാണ്, ബഹുമാനപ്പെട്ട ഷേഖുന ശംസുൽ ഉലമാ കെ അബൂബക്കർ മുസ്ലിയാർ അവർകളാണ്, ബഹുമാനപ്പെട്ട കെ ഉസ്താദാണ്, ബഹുമാനപ്പെട്ട ഷേഖുന കാളമ്പാടി ഉസ്താദാണ്, ബഹുമാനപ്പെട്ട CH ഹൈദ്രോസ് മുസ്ലിയാരാണ്, ബഹുമാനപ്പെട്ട MM ബഷീർ ഉസ്താദ് അവർകളാണ്, ബഹുമാനപ്പെട്ട ഷേഖുന KT മാനു മുസ്ലിയാരാണ്. ഇങ്ങനെ ചരിത്രം പരിശോധിച്ചാൽ നന്മയുടെ പാതയിലൂടെ നിലാവട്ടമായി ജീവിച്ചു നടന്നയാളുകൾ, ഹക്കായ വഴി കാണിച്ചു തന്ന നന്മയുടെ സുഹൃതത്തിന്റെ വഞ്ചനകളില്ലാത്ത, കളങ്കങ്ങളില്ലാത്ത, കളങ്കം ഒരിക്കൽ പോലും മേശാത്ത
സുന്ദരമായ പ്രകൃതിയുടെ സുന്ദരമായ മനോഹരമായ ഹൃദയത്തിന്റെ മനസ്സോടുകൂടി നടന്നിരുന്ന ശുദ്ധരായ വ്യക്തിത്വങ്ങൾ. ഇവരാണ് നമുക്ക് മുൻപേ കഴിഞ്ഞു പോയത്. ഇവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സുന്ദരമായ പാത നമുക്ക് വെട്ടിത്തെളിച്ചു തന്നത്. മഹാന്മാരായ പണ്ഡിതന്മാരെന്തു പറഞ്ഞു എന്നും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞെടുത്ത് എവിടെ നമ്മൾ നിൽക്കണമെന്നും പറഞ്ഞു തന്നത് ഇവരായിരുന്നു. ഇവരാണ് സത്യം പറഞ്ഞാൽ മഹാന്മാരുടെ വാക്കുകൾ നമുക്ക് മുമ്പിൽ എത്തിച്ചു തന്നത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ പോലെ സുന്നത്ത് ജമാഅത്ത് ഉൾക്കൊണ്ട ഒരു വലിയ മഹാമനീഷിയെ ലോകം തന്നെ കണ്ടിട്ടില്ല. സുന്നത്ത് ജമാഅത്ത് അത്രത്തോളം ഉൾക്കൊണ്ട മനുഷ്യനായിരുന്നു, ഒരു മഹാവ്യക്തിത്വമായിരുന്നു മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാഇ ഇ കെ ഉസ്താദ് അവർകൾ. ബഹുമാനപ്പെട്ട കെ ടി മാനു ഉസ്താദ്, ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ്, അങ്ങനെ ഇന്ന് നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നിസ്വാർത്ഥരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ്, ഒന്നരായ സൈനുൽ ഉലമാ ചെറുശ്ശേരി ഉസ്താദ്, ഒന്നരായ ജിഫ്രി മുത്തുക്കോയ തങ്ങള്, ബഹുമാന്യരായ പണ്ഡിതന്മാര്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ വിശ്വവിഖ്യാതരായ നമ്മുടെ നേതാക്കന്മാര്, ഇവരാണ് നമുക്ക് അഹ്ലുസുന്നയുടെ പാത കാണിച്ചു തന്നത്. വള്ളിപ്പുള്ളി വ്യത്യാസമില്ലാതെ സഹാബത്തെ കിറാമിൽ നിന്ന് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് ദീന് സുന്ദരമായി പ്രചാരം സിദ്ധിക്കാൻ കാരണമായ സുന്ദരമായ കേരളത്തിന്റെ മണ്ണിൽ എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്നും എന്താണ് സഹാബത്തെ കിറാം കാണിച്ചു തന്ന വഴിയെന്നും അവരുടെ വഴിയിലൂടെ ഏത് രീതിയിൽ ചലിക്കണമെന്നും കൃത്യമായ മാർഗരേഖ നമ്മുടെ മുമ്പിൽ വരച്ചു തെളിയിച്ച് കാണിച്ചു തന്നത് ഈ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. നമുക്കൊരിക്കലും ബുദ്ധിമുട്ടേണ്ട അവസരം വരാനില്ല. പാരത്രിക ലോകത്ത് നമ്മളെ ഹാജരാക്കുന്ന സമയത്ത് ഈമാൻ കളങ്കപ്പെട്ടവരിലെ, ഈമാൻ നഷ്ടപ്പെട്ടവരിലെ നമ്മൾ ഒരിക്കലും പെടില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം എന്തെന്നറിയുമോ? നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ അടിയുറച്ചു നിന്നവരാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന കേരളത്തിലെ ആധികാരിക പരമാധികാര മതപണ്ഡിത സഭയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നെഞ്ചോട് ചേർക്കുന്നവരാണ് നമ്മളൊക്കെ. സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ വഴി കണ്ടവരാണ് നമ്മളൊക്കെ. ആ വഴിയിലൂടെ സഞ്ചരിക്കുന്നവരാണ്. എടക്കരയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ക്രിസ്ത്യാനികൾ പ്രവർത്തനം തുടങ്ങുകയും മിഷനറി പ്രവർത്തനം സജീവമാവുകയും ചെയ്ത ഘട്ടത്തിൽ ഒരു സംവാദം എടക്കര, ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, ഞാൻ വെള്ളിയാഴ്ചയിൽ ഖുതുബ ഓതാൻ പോയിക്കൊണ്ടിരിക്കുന്ന പള്ളിയുടെ തൊട്ടുമുമ്പിലുള്ള പാടത്ത് വെച്ച് മഹാനവറുകളുടെ സുന്ദരമായ ഓർമ്മകൾ ഉറങ്ങുന്ന വല്ലാത്തൊരു പ്രദേശമാണത്. ആ സ്ഥലത്ത് കൂടി ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു പോകുമ്പോ ശൈഖുനായുടെ ഓർമ്മകൾ മനസ്സിലേക്ക് വരാറുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന അന്നത്തെ കാലഘട്ടത്തിൽ 40ഓളം വരുന്ന പാതിരിമാരുമായി ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനത്തിന്റെ ചുക്കാൻ പിടിച്ചിരുന്ന വത്തിക്കാനിൽ പോയി അവിടെ നിന്ന് ക്രിസ്ത്യാനിസം പഠിച്ചു വന്ന ആളുകളോട്, പാതിരിമാരോട് പടവെട്ടിയ കാഴ്ച അത് കേരളീയ മുസ്ലിം സമൂഹം കണ്ടതാണ്. ഒരു ചോദ്യം, എല്ലാ അമ്പും എല്ലാ അസ്ത്രവും ആവനാഴിയിലെ ഒടുക്കത്തെ അസ്ത്രവും ഇല്ലാതായപ്പോ പാതിരിമാര് ചോദിച്ച ചോദ്യം, ആ പാതിരി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, പാതിരിയല്ല മുസ്ലിമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, അദ്ദേഹം ദൃക്സാക്ഷിയാണ്, അദ്ദേഹം പങ്കെടുത്ത സംഭവമാണ്. ഒരൊറ്റ ചോദ്യമാണ്, നിങ്ങൾ പറയുന്നു പ്രവാചകന്മാർ അവരുടെ അനന്തരഗാമികളാണ്, അവരുടെ പിൻഗാമികളാണ് ഉലമാക്കൾ. അങ്ങനെയെങ്കിൽ മഹാനായ സയ്യിദുന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിപ്പിച്ചതുപോലെ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ജീവിപ്പിക്കാൻ കഴിയുമോ ഒരു മയ്യിത്ത് കൊണ്ടുവന്നാലെന്ന് ഒരു ചോദ്യം. ക്ഷമിക്കണം, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ നബി ജസാക്കുമുല്ലാഹു ഖൈറൻ, മൂസ നബി അല്ല, ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിപ്പിച്ചിരുന്നയാളാണ് എന്ന് ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നുണ്ടല്ലോ.
അപ്പോൾ ആ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിപ്പിച്ചതുപോലെ ജീവിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യത്തിന് 10 മിനിറ്റിന്റെ ഇടവേളയ്ക്ക് ശേഷം കൊണ്ടുവാ മയ്യിത്ത്, ഞാൻ ജീവിപ്പിക്കാമെന്ന് ഉദ്ഘോഷിച്ച അല്ലാഹുവിനോട് ഏറ്റവും അടുത്ത മഹാനായ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരുടെ പിന്നിലാണ് നമ്മളൊക്കെ അടിയുറച്ചു നിൽക്കുന്നത്. മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ 1926 ഈ സംഘടനയ്ക്ക് അസ്ഥിവാരമിടുമ്പോ 26ാമനായി ആ സംഘടനയിൽ ഉണ്ടായിരുന്ന, ഈ സംഘടനയുടെ തുടക്കം മുതലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന കണ്ണിയത്ത് ഉസ്താദ്. അതുകൊണ്ടാണല്ലോ 1989 പിളർപ്പ് നടന്നപ്പോ ആളുകൾ ഉറ്റുനോക്കിയത് ശൈഖുന എവിടെയാണ്. ശൈഖുനാക്കൊരിക്കലും തെറ്റുപറ്റൂല, കണ്ണിയത്ത് ഉസ്താദിന് തെറ്റുപറ്റൂല. കണ്ണിയത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അതിൽ മുശാവറ മെമ്പറായിട്ടുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് ശൈഖുന എവിടെ നിൽക്കുന്നു എന്നതായിരുന്നു 89 പോലും ആളുകൾ നോക്കിയിരുന്നത്. നമുക്ക് വിരല് കടിക്കേണ്ട അവസ്ഥ ഒരിക്കലുമില്ല, അല്ലേ? എല്ലാ നേതാക്കന്മാരെയും ഹാജരാക്കും, എല്ലാ നേതാക്കന്മാരെയും ഹാജരാക്കും, അല്ലേ? എല്ലാ നേതാക്കന്മാരെയും ഹാജരാക്കി സ്വയം വിചാരണ ചെയ്യപ്പെടുന്ന ഒരു അവസരം വരാനുണ്ട്. നിങ്ങൾ ആരെയാണോ പിൻപറ്റിയത് അവരോടൊപ്പം പോകാനുള്ള ഒരു കൽപ്പന രാജാതിരാജനായ അല്ലാഹു കൽപ്പിക്കുമ്പോൾ നമുക്ക് നിൽക്കാനുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തൊപ്പമാണ്. ആ പണ്ഡിതന്മാര് കാണിച്ചു തന്ന വഴിയോടൊപ്പമാണ്. ആ വഴിയിലൂടെ സുഹൃതം ചെയ്ത് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്ത് എക്കാലത്തും മുറുകെ പിടിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ശക്തരായ വക്താക്കളായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എവിടെയും ഏത് കോണിലും ലോകത്തിന്റെ ഏത് മുക്കുമൂലയിലും പോയാൽ സുന്നത്ത് ജമാഅത്ത് നഷ്ടപ്പെടാതെ, ഈമാന് കളങ്കപ്പെടാതെ നിഷ്കളങ്കമായ ഈമാനോടുകൂടി ഉള്ള ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംഘടനയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന, ഇതിന് ഇങ്ങനെ വെള്ളവും വളവും കൊടുത്ത് പരിപോഷിപ്പിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ, ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ, മർഹമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ യാ